എന്റെ രാഘവേട്ട ഇവളെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു 10ന്റെ നയാ പൈസ അയാൾ തന്നിട്ടില്ല. തരാന്നും പറഞ്ഞിട്ട് അയാൾ ചത്തുപോയി. ഇപ്പൊ ഒരുത്തനുണ്ട് ആങ്ങള ശീതളൻ, അവൻ ആ 19 സെന്റ് കെട്ടിവെച്ചോണ്ടിരിക്കുകയാണ്. അതിൽ 25 സെന്റ് വെക്ക് അവകാശപ്പെട്ടാണ്. അതെന്തെങ്കിലും ഒരു പാർട്ടീഷൻ ചെയ്യേ, അല്ലെ വിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും വെക്ക് കൊടുത്തൂടെ? എത്ര കാലമായി മെനകെട്ടവളെ ഞാൻ ചുമക്കാൻ തുടങ്ങി. പിന്നെ കുടിച്ചൊരുങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ ചോദിച്ചോണ്ട് പോയി ഞാൻ തലയിൽ വെച്ച് പിന്നെ വേറെന്താ പറയണ്ട നിന്നോടൊക്കെ? നീ എന്റെ തലയിൽ വന്നേ പിന്നെയാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കണം. ഞാൻ ഒരുത്തനായോണ്ട് സഹിക്കണം നിന്ന. ഞാൻ ഒരുത്തനായോണ്ട് വേറെ ആരെങ്കിലും വെട്ടിക്കണ്ടിച്ച് കാട്ടിക്കളഞ്ഞാനെ ചെയ്യോടി വേണ്ടി വന്നാ ചെയ്യും. നിന്റെയൊക്കെ കൂടെ ജീവിച്ചെനിക്ക് വെറുത്ത് മതിയായി. എനിക്കറിയാം എന്താ വേണ്ടത്. എന്തറിയാന്ന് നീ കാണിക്കണി. നീ എന്താന്ന് വെച്ചാ നിന്റെ സൗകര്യം പോലെ കാണിക്കും. നീ എന്റെ പേര് എഴുതി വെച്ചോ, എന്റെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി വെച്ചോ. അത് നീ എന്താന്ന് വെച്ചാ ചെയ്. നീ ഭാര്യനെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. നീ നീ പോയി ചാവടി, നീ പോയി ചാവ്. നീ ചത്ത എനിക്ക് അത്രയും സന്തോഷം സമാധാനം. ചാകൂന്ന് അവളെന്നെ പേടിപ്പിക്കാൻ നിൽക്കാണ്. നീ ഭാര്യനെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. ഇതിലും വലിയ കുറെ നമ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇറങ്ങിയൊക്കെയാണ് അവള് കല്യാണത്തിന് പോകാൻ. ഞാൻ നിന്നെ തലയിലെടുത്ത് വെക്കുമ്പോ ഓടാടി കെട്ടില്ലമ്മേ. അല്ല എന്തേ നീ ഇതൊക്കെ പോയിട്ട് എല്ലാവരോടും വിളമ്പിക്കോട്ടാ. ഞാൻ ആരോട് പറയാനൊക്കെ കുടുംബമായത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടലും പരിസരത്തിലും ഉണ്ടാവുള്ളൂ. വേറെ ഒന്നുമില്ല കേട്ടാ. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഞാൻ അവളുമായിട്ട് ഉടക്കാണ്, വണ്ടി കേടുവാണ്. പിന്നെ എന്തിനാണ്? എന്നാ ഞാൻ പോകാം, താനിവിടെ നിൽക്ക്.